താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസ് കൊല്ലപ്പെട്ട കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. തിങ്കളാഴ്ച പ്രതികളുടെ ജാമ്യ ഹർജിയിൽ വിധി പറയാനിരിക്കെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കേസിൽ ഹർജിക്കാരുടെയും മറ്റു കക്ഷികളുടെയും പ്രധാന വാദങ്ങൾ പൂർത്തിയായെങ്കിലും നിയമപ്രശ്നങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താനായി ജസ്റ്റിസ് ബെഞ്ചോ കുര്യൻ തോമസ് ഹർജി മാറ്റുകയായിരുന്നു. പ്രതികളെ ജാമ്യത്തിൽ വിട്ടാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും പ്രതികളായ വിദ്യാർത്ഥികളുടെ തന്നെ ജീവൻ അപകടത്തിലാകുമെന്നും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി നേരത്തെ ഇവർക്ക് ജാമ്യം നിഷേധിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പ്രതികളായ വിദ്യാർത്ഥികളുടെ 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചിരുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് 6 വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചത്. കുറ്റകൃത്യവും പരീക്ഷാഫലവും തമ്മിൽ ബന്ധമില്ലല്ലോ എന്നും കോടതി ചോദിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അവസരം ലഭിക്കും. ഓൺലൈനിലായി ായിരിക്കും ഇവർക്ക് പഠിക്കാൻ അവസരം ലഭിക്കുന്നത്. ട്യൂഷൻ സെന്ററിലുണ്ടായ പ്രശ്നത്തിനു പിന്നാലെ ഉണ്ടായ സംഘർഷത്തിലാണ് 15-കാരനായ ഷഹബാസിന് ജീവൻ നഷ്ടമായത്. സംഘർഷത്തിൽ ഷഹബാസിന് തലക്ക് ഗുരുതരമായി പരിക്കേറ്റു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയായിരുന്നു ഷഹബാസിന്റെ മരണം. ആന്തരിക രക്തസ്രാവമായിരുന്നു മരണകാരണം. ഷഹബാസിന്റെ ഘാതകരെ കൊണ്ട് SSLC എക്സാം എഴുതിക്കരുത് എന്ന് ഷഹബാസിന്റെ ഫാദർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ജുവനൈൽ ലോവിൽ വെച്ച് തന്നെ എക്സാം എഴുതിക്കുകയാണ് ഉണ്ടായത്. അതിൽ ഷഹബാസിന്റെ മാതാപിതാക്കൾക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. ഈ വർഷത്തെ SSLC എക്സാമിന്റെ റിസൾട്ട് വിട്ടപ്പോൾ ഈ 6 പേരുടെ റിസൾട്ട് മാത്രം പുറത്തു വന്നിട്ടില്ലായിരുന്നു. 3 വർഷത്തേക്ക് ഡീബാർ ചെയ്തു എന്നായിരുന്നു പറഞ്ഞത്. അവരുടെ റിസൾട്ട് പുറത്തു വരാൻ പാടില്ലെന്നും അവർക്ക് തുടർന്ന് പഠിക്കാൻ ഇനി ഒരിക്കലും അവസരം കൊടുക്കരുതെന്നും ഷഹബാസിന്റെ ഫാദർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ എല്ലാവരുടെയും പ്രതീക്ഷയും ആഗ്രഹവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരുടെ റിസൾട്ട് വന്നിരിക്കുന്നു. അവരുടെ തുടർ പഠനത്തിനും അനുമതി നൽകിയിരിക്കുന്നു. കുട്ടികളെ അടക്കം കുറ്റവാളികളാക്കുന്നത് ഇവിടുത്തെ നിയമമാണെന്ന് ഓരോരുത്തരും വിളിച്ചു പറയുന്നു. ഒരാളുടെ ജീവൻ എടുത്താൽ പോലും നിസാരമാക്കി കാണുന്ന ഇവിടുത്തെ നിയമത്തെ മാറ്റിയില്ലെങ്കിൽ നിരന്തരം മരണങ്ങളും ദുഃഖവാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഷഹബാസിന്റെ ഘാതകർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ലഭിക്കണമെന്ന് ഒരുപാട് പേർ ആഗ്രഹിച്ചിരുന്നു. അവനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തി അവർക്ക് തുടർന്ന് പഠിക്കാനുള്ള അവസരം നൽകിയിരിക്കുന്നു. ഷഹബാസ് മോന് നീതി ലഭിക്കുമോ എന്ന ഒറ്റ ചോദ്യം ബാക്കിയാകുന്നു.